പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഇന്ന് വൃശ്ചികക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. വൃശ്ചികക്കൂറിൻ്റെ വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് 2-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായ വ്യാഴം അഷ്ടമഭാവത്തിൽ നിന്നും ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്ക് 2026 ജൂൺ 2-ന് സംക്രമിക്കപ്പെടുകയാണ്. സ്വന്തം രാശിയായ വൃശ്ചികൻ രാശിയിലേക്കും ഉച്ചരാശിയുടെ 3-5-ാം ഭാവങ്ങളിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങളും വൃശ്ചികൻ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. പല സ്ഥലത്തു നിന്നും നമുക്ക് ആവശ്യം വേണ്ടുന്ന ധനം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. വാക്കിന് വില കൽപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും. പലപ്പോഴും നമ്മളെ തഴഞ്ഞു കളഞ്ഞിരുന്ന പലർക്കും നമ്മളെ ആവശ്യമുള്ള ഒരു കാലഘട്ടമായിട്ട് ഇത് മാറുന്നതാണ്. മാത്രമല്ല, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. സഹോദരസ്ഥാനീയരുമായിട്ട് ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാലയളവാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. വീട് പണി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥ എത്തിച്ചേരുന്നതാണ്. ചിട്ടി വഴിക്ക് നേട്ടം ഉണ്ടാക്കണമെന്നും ലോൺ തുക ലഭിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് മെച്ചപ്പെട്ട ആലോചന വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും വിവാഹ നിശ്ചയം കഴിഞ്ഞവർ വാക്കുകളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടമാണ്. അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തർക്കങ്ങളിലേക്ക് അത് കലാശിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. സ്വന്തം തൊഴിലിന് പുറമെ പുതിയ ചെറിയ ചില ബിസിനസ്സുകളിലൂടെ ഉപജീവനമാർഗം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. കുടുംബത്തിനകത്ത് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ്. പുതിയ ഫർണിച്ചറുകൾ മേടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ്, അത് നടപ്പിൽ വരുത്തുന്നതാണ്. കുട്ടികൾക്ക് പഠന പുരോഗതി ഉണ്ടായി വരുന്നതാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് തന്നെ കണ്ണിന് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളവർ കൃത്യമായ ചികിത്സാ പദ്ധതികളൊക്കെ അവലംബിച്ചിരിക്കണം.
ദീർഘദൂര യാത്രകളിൽ കുറച്ചുകൂടി കരുതൽ വേണം. ബസ്, ട്രെയിൻ മുതലായവയുടെ വാതിൽ പടിക്കൽ നിന്ന് സഞ്ചരിക്കാതിരിക്കാൻ ജാഗ്രത വേണം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. പല കാര്യങ്ങൾക്കും നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. കലാരംഗത്ത് മികവ് പുലർത്താൻ കഴിയുന്നതാണ്. ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നതിന് അത്ര കണ്ട് ഉചിതമായ കാലമല്ല. കാരണം ലോട്ടറി എടുത്തും അല്ലാതെ ഊഹത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തും ഈ ഭാഗ്യത്തെ വരവേൽക്കാമെന്നൊക്കെ കരുതുന്നവർക്ക് അത്ര കണ്ട് മികച്ചതല്ല. അധ്വാനത്തിലൂടെയാണ് ഈ ഒരു കാലയളവിൽ ഭാഗ്യം കൈവരിക. അതുകൊണ്ട് മികച്ച തൊഴിൽ മേഖലകൾ കണ്ടെത്തുക, മികച്ച പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക, ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടത്. ദീർഘദൂരത്തുള്ള ചില ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അവിടെ നിന്ന് ഈശ്വരാധീന വർധനവുണ്ടാക്കിയിട്ട് കർമ്മരംഗത്ത് പുരോഗതി വരുത്താനും കഴിയുന്നതാണ്. സന്താനങ്ങൾക്കുണ്ടായിരുന്ന അരിഷ്ടതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടുന്നതിന് ഈ കാലം ഗുണകരമാണ്. വാർദ്ധക്യകാലമെത്തി നിൽക്കുന്നവർക്ക് കുറച്ചുകൂടി ഈശ്വരാധീന പുണ്യങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഏറെ ഗുണകരമായിരിക്കും. വസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ, പുതിയ സ്ഥാപന സാധ്യതകൾ മുതലായവ ഉണ്ടാക്കിട്ടുന്നതാണ്. ബുദ്ധിപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വലിയ വഴക്കിൽ നിന്നും രക്ഷപ്പെടുന്നതിന് കാരണമാകുന്നതാണ്. പുതിയ വാഹനം മേടിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. വസ്തുവകകൾ മേടിക്കാനും കെട്ടിടം പുതുക്കിപ്പണിയാനുമുള്ള യോഗം കാണുന്നുണ്ട്. ഇതാണ് പൊതുവിൽ വ്യാഴമാറ്റം കൊണ്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം. വ്യാഴാഴ്ച ദിവസം ദാനം നൽകുന്നത് ഗുണകരമാണ്. വിഷ്ണുക്ഷേത്ര സന്ദർശനം നടത്തുകയും വൈകുന്നേര ദീപാരാധന തൊഴുന്നതും ഏറെ നല്ലതാണ്. മഹാവിഷ്ണു യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. ഏകാദശി ദിവസങ്ങളിൽ കൃഷ്ണന് തുളസിയില മാല ചാർത്തുക. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക. കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക മുതലായവ ഗുണവർദ്ധനവിന് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.